ആനയൊക്കെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണ് കേട്ടത്. ആന അലറിയതാവാനാണ് സാധ്യത കൂടുതൽ. ഓ, ഈ കാണുന്നവർക്ക് ഫോറസ്റ്റ് ആണല്ലോ. ഇവിടെ മരം നോക്കിയാൽ കിടക്കുന്നത് ഇവിടെ ഫുള്ള് ഒരു കടവഴിഞ്ഞ് വീണ പോലെയുണ്ട്. മണ്ണിട്ട് കിടക്കുന്നുണ്ട്. എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അഭിഷേകം. അവനവനെ വണ്ടി ഇറക്കാൻ പേടി. ഇറക്കി കൊടുത്തു. ഇനി കുത്തനെ മല കയറ്റാം. സാധാരണ ഇപ്പോൾ അടിമാലിയിൽ മഴയുണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കാണാൻ സാധ്യത കുറവ്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. അടിമാലിയിൽ നല്ലപോലെ മഴയായിരുന്നു കുറച്ചു നേരമായിട്ട്. മഴയുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ ഫുള്ള് ഗിയറപ്പായി ബൈ. അവിടെ ഒരാൾ ഗിയറപ്പായി ഫുള്ള് തോടെ ഇറങ്ങിയത്. ക്യാമറ എന്തുമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഫുൾ തോട. മൂന്നാർ സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ റിസ്ക്, ഉരുൾപൊട്ടലിനും ഒക്കെ ചാൻസസ് ഉണ്ട്.
സോ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ മാമലക്കണ്ടത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. നേരെ മാമലക്കണ്ടം പോവാം. സോ വരുന്ന വഴിക്കൊന്ന് വ്ലോഗ് ചെയ്തല്ലോ. ഓൾറെഡി ഞാൻ ഈ വരുന്ന വഴിയൊക്കെ ഒരുപാട് കാണിച്ചു. പിന്നെ 360 ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങോട്ട് തിരിയുന്ന വഴി കറക്റ്റായിട്ട് കാണാം. സോ ഇവിടുന്ന് നേരി കാടിൻ്റെ അകത്ത് കയറി ഫോറസ്റ്റിൻ്റെ അകത്തേക്കടെ, ഈ കാട് നിറച്ച ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അകത്തേക്കടെ ഉള്ള ഒരു റൈഡ്. വീട്ടിൽ നിന്ന് ഏകദേശം 82 കിലോമീറ്റർ ഓടി കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ ട്രിപ്പ് 0 ആക്കിയായിരുന്നു. സോ ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് പോരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ മഴയും കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് ലേറ്റൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം ഏകദേശം 8:55 ആയിട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റാണ്, ഫുള്ള് കയറ്റാണ്. മാമലക്കണ്ടം വരെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല ഹെയർ പിന്നും കയറ്റവും. അതാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകത. നല്ല അടിപൊളി. പക്ഷേ കാടെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സംതിങ് റിയലി സൂപ്പർ. അടിപൊളിയാണ്. സോ മാമലക്കണ്ടം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ്, ഞാനിതുവരെ പോയിട്ടില്ല. അത് ഇന്നിപ്പോൾ നിലവിൽ ഡ്യൂക്ക് 200 വന്നേ. ആനയൊക്കെ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണ് കേട്ടത്. സോ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ട്രൂ ഇൻഫോ ഉണ്ട്, ഷിബിൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ 4 ഫ്രണ്ട്സുകളുണ്ട്. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ട്രൂ ഇൻഫോ KL എന്ന് പറഞ്ഞാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുറകെ 2 പേര് വരുന്നുണ്ട്, 4 പേര് വരുന്നുണ്ട് 2 ബൈക്കിൽ. ഒരാൾ NS 200-ൽ ജഗത്ത് എന്ന് പറഞ്ഞ്, നവനീത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഒരു ഗ്രൂപ്പ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ ഗൈസ്, അടിപൊളി വ്യൂ പോയിൻ്റ്. ചുമ്മാ ഇവിടെ ഒന്ന് നിർത്തിയതാണ് വ്യൂ പോയിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നൈസ്, ഓസം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എങ്ങനെ റബ്ബർ വന്നു? റബ്ബറും ഉണ്ട്, കവുങ്ങും ഉണ്ട്. അതെങ്ങനെ വന്നു? പിന്നെ ഇവിടെ ഈ ഏലമുണ്ട്. അത് വേലി കെട്ടിയേക്കുന്ന. കറണ്ട് ഉണ്ടാവും ചിലപ്പം. ഒന്ന് തൊട്ട് നോക്കിയാൽ പോകും കറണ്ട് ഉണ്ടോന്ന്. ഇതുപോലെ കുത്തനെ കയറ്റാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം എക്സ്ട്രീം കയറ്റം. ചെറിയ കയറ്റമൊന്നുമല്ല, ചെറിയ വഴിയാട്ടോ. ഒരുപാട് വലിയ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ വേണ്ട ഇങ്ങനെ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചില സ്ഥലങ്ങളിൽ അത് കാണാൻ പറ്റത്തില്ല, നമ്മളങ്ങ് അറ്റത്തോട്ട് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുപ്പുമുണ്ട്, നല്ല തണുപ്പും അതുപോലെ നല്ല അടിപൊളി ഒരു വൈബാണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. മഴ ഇന്നലെ പെയ്തുകൊണ്ട് ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഇവരെവിടെയായിരിക്കും താമസിക്കുക? മാമലക്കണ്ടത്ത് ഇവിടെ ഈ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവരെങ്ങനെയായിരിക്കും ജീവിക്കുക? നോക്കിയേ, ആ ഒരു മരത്തിൻ്റെ സൈസ് നോക്കിയേ. അങ്ങോട്ട് വല്ലോ പോകാനുള്ള വഴി വല്ലതും ആണോ? ഓഫ് റോഡിങ് വല്ലോ? യെസ്, പാറ. അടിപൊളി സെറ്റ് സ്ഥലമാണല്ലോ. സോ ഇതാണ് ഒരു വണ്ടി, ഹോർനെറ്റ്. അതുപോലെ പുറകിലൊരു NS ഉണ്ട്. അതിന് പുറകിൽ നമ്മുടെ അപ്പാച്ചെ RTR 200. സോ ഇവരൊക്കെ നിലവിൽ മറ്റേ പിറവ അപ്പുറത്താണ് താമസിക്കുന്നത്. നമ്മൾ ഇങ്ങനെ റൈഡിന് വേണ്ടി ഇറങ്ങിയതാണ് ഒന്നിച്ച്. സോ ലെറ്റ്സ് സീ. In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. Where humanity is augmented to achieve what was എടാ ആനപ്പിണ്ടം. മനസ്സിലായി. ഉത്തരവാദി
അവിടെയൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇത് കച്ചിയൊന്നും പറയുമ്പോ അതിനെ കുറച്ചിട്ട് തുറക്കാൻ. ഗോപു ബാധേ സൂപ്പറാ. ഗോപു വേണ്ട വേണ്ട. ഇവിടെ ഫ്രഷ് ആനപ്പുണ്ട്. നമ്മള് പറയുമ്പോ ഫ്രഷ് ഈച്ച പിടിക്കും. ഫിൽറ്റർ ഇടാണ്. ആനപ്പിണ്ടത്തിൽ കൂടെ അത് ഫ്രഷ് കൂണായിരിക്കും. വിളിച്ചതാ പാമ്പും കൂണല്ലേ? വിളിച്ചതാ ഫ്രഷാ. ഇങ്ങനെ മുക്കിടുന്നാണ്. തൊട്ട് പുറകിലൊരു ചെറിയൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ബട്ട് ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ആനയുടെ സൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആനയുടെ ചിന്നമ്പിളി പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലെറ്റ് സി. എന്തായാലും ഫ്രണ്ടിൽ ചെന്ന് നോക്കാം. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി സെറ്റ് വൈബ് ഇവിടെ കേട്ടോ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലം, അടിപൊളി സെറ്റ് എന്ന് വേണേൽ പറയാം. ഇന്നിപ്പോൾ രാവിലെ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആക്ച്വലി എൻ്റെ ഒരു മെമ്മറി കാർഡ് വീട്ടിലായിപ്പോയി. എല്ലാ സാധനങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. പക്ഷേ മെയിൻ മെമ്മറി കാർഡ് ആക്ച്വലി കഴിഞ്ഞ ദിവസം സത്രം പോയായിരുന്നല്ലോ. അപ്പോൾ സത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. സത്രം പോയിട്ട് അത് കോപ്പി ചെയ്യാൻ വേണ്ടി വേറൊരു എൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്താണ് വെച്ചിട്ട് പോയത്. അതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് ഇതിൻ്റെ അകത്തിടാൻ വിട്ടുപോയി. സോ ആ ഒരു കാര്യം വിട്ടുപോയി. ബട്ട് ബാക്കപ്പിൽ എപ്പോഴും എൻ്റെ ഒരു മെമ്മറി കാർഡ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. സോ അതേണ്ട പോകും നമ്മുടെ RTR 200. ഞാൻ NS ഉണ്ട്. NS പുറകിൽ കിടന്ന് കളിക്കുവാണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂസാണ്. ഈ ഒരു വ്യൂ നോക്കിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. മഴ പെയ്തുകൊണ്ട് ഒന്നുകൂടെ നല്ല അടിപൊളിയായി. അവിടെ ആരാണ്ടൊക്കെ കുളിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. പക്ഷെ കുറച്ച് മുമ്പ് ഞങ്ങളൊരു അലർച്ച കേട്ടു. ഐ തിങ്ക് അത് ആന തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ ആന ചവിട്ടിപ്പോയതിൻ്റെ പാടൊക്കെ ഉണ്ട്, ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ആന അലറിയതാവാനാണ് സാധ്യത കൂടുതൽ. ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് 360 സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് മാക്സിമം 360 എടുത്തോളാൻ പറഞ്ഞ് ഫ്രണ്ടിൽ കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. കണ്ട പോകുന്നു നമ്മുടെ NS 200. എല്ലാം 200cc ആണ്. RTR 200, ഹോർനെറ്റ്, എല്ലാ സാധനവും ഉണ്ട്. സോ ഇവിടെ ഒരു പാലം ഉണ്ടല്ലോ ഗൈസ്. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു വേറെന്തോ ഒരു റൂട്ടിലോട്ടുള്ളതാണെന്ന് തോന്നുന്നു. ബട്ട് ദിസ് ഈസ് റിയലി ഓസം. എന്തൊക്കെ പറഞ്ഞാലും സ്ഥലം അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങളെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. കാരണം ഒരു പ്രത്യേക ഒരു വൈബാണ്. എന്നെപ്പോലെ നേച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരാം. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. കാരണം ആ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. വീഡിയോ എടുക്കാൻ പോയിട്ട് ഓട്ടോയുടെ അടി കയറാൻ പാടില്ലല്ലോ. ഇവിടെ നമുക്ക് ഫുഡ് അടിക്കും. ഇവിടെ ഫുഡില്ല. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ താഴെ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്തു. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട്. നല്ല ലുക്ക് അറ്റ് ദിസ് വ്യൂ. അടിപൊളി വ്യൂ കേട്ടോ. മലയും ഒരു എന്താ പറയുക, ഒരു ഗ്രാമീണ മേഖലയിൽ കിടന്ന് കറങ്ങുന്നത് നല്ല അടിപൊളിയായിട്ട്. പക്ഷെ നല്ല മഞ്ഞൾ നിൽക്കുന്നുണ്ടോ? മഞ്ഞൾ വീട്ടിൽ നിന്ന് ഏകദേശം 88.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ ഇനി താഴെ ഏതോ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. സോ അവിടെ ഒന്ന് കയറണം. ഇവിടെയൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഒരു പ്രത്യേക വൈബാണ്. കുട്ടമ്പുഴ ആവരുകുട്ടിയോ? അതെന്താ ആവരുകുട്ടി? എടാ ഫുഡ് കഴിക്കണ്ടേ? ഓ അവിടെ ഉണ്ടോ? ഓ
അപ്പം ഉള്ള കാര്യം പോരെ നവാകർ കയറ്റി വെച്ചു. മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അവിടെ എത്തി. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. വാവ്, സൂപ്പർ വ്യൂ. സെറ്റ് വ്യൂ ആണ്, സെറ്റ് വ്യൂ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ ഫോട്ടോസിൽ കണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി അമേസിങ്. ഞങ്ങൾ തൊട്ട് താഴെ ഫുഡ് കഴിച്ച് ജസ്റ്റ് ഇങ്ങനെ കയറിയുള്ളൂ. ഇത്ര ഉണ്ടായിരുന്നു. അല്ല ക്യാമറ എടുത്തില്ലടാ, മറ്റേ സ്റ്റിക്ക്. എന്തിയാവൻ വെയിലുള്ള ഭാഗത്ത് കയറിയാണ്. അല്ല കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് എടുത്താൽ മതി, ട്രാവലിങ്ങിന് എടുത്താൽ മതി കൂടുതലും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ? ഒരുപാട് അങ്ങനെ റൈഡേഴ്സ് ഒന്നുമില്ല, അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങോട്ട് ഞങ്ങൾ 4 പേരേ ഉള്ളൂ, ഇങ്ങോട്ട് 2-3 പേരൊക്കെ വരുന്നുണ്ട്. ഐ തിങ്ക് നോക്കട്ടെ എങ്ങനെയാന്ന്. ബട്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു അത്യാവശ്യം വീട്ടിലൂണും കടകളൊക്കെ ഉണ്ട്. ജീപ്പ് സഫാരി, ഓഫ് റോഡ് ട്രക്കിംഗ്. സോ അപ്പോൾ ഒരു ജീപ്പ് സഫാരി ഓഫ് റോഡ് ട്രക്കിംഗ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ലെറ്റ് സി, നോക്കാം. വാവ്, ശരി. ഡ്യൂക്ക് KTM ഗ്യാങ് ആണല്ലോ, KTM ഗ്യാങ്. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും. നല്ല സ്ഥലമൊക്കെയാണ്. അത്യാവശ്യം ഒരു 1 ഡേ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വഴികളും കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ബട്ട് ഒരുപാടൊന്നും സ്പീഡിൽ പോക്ക് നടക്കില്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിൽ പോക്ക് നടക്കുള്ളൂ. എന്തായാലും വേറൊരു സ്പീഡും കാര്യങ്ങളും എന്തായാലും കിട്ടത്തില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇറ്റ്സ് റിയലി നൈസ്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നും ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് റിയലി ലിറ്ററലി അമേസിങ്, റിയലി നൈസ്. സോ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ കുട്ടമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ അവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതുകൊണ്ട് അവിടം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാനും ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്, എന്തൊക്കെ അവിടെ കാണാനും എടുക്കാനെന്നൊക്കെ. ഇങ്ങനെ കുട്ടമ്പുഴ പോവുകയാണ്. എന്തായാലും കുട്ടമ്പുഴ വന്നിട്ട് നമ്മൾ ഓഫ് റോഡ് പോകാൻ വേണ്ടി ഒരു പ്ലാനിങ് ആണ്. അവിടെ ഒരു ഓഫ് റോഡിൻ്റെ അതിൽ ബൈക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ അതിലേ പോകാമെന്നോർത്താണ് നമ്മൾ ഇരിക്കുന്നത്. കുട്ടമ്പുഴ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് എൻഡിങ്ങിൽ വന്നിട്ട് അങ്ങ് എന്തായാലും തിരിച്ച് ഇതേവഴി നേരെ പോകണം. മൂന്നാർ പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൊന്ന് പോയി കറങ്ങിയിട്ട് നമുക്ക് നേരെ വന്നിട്ട് ഓഫ് റോഡൊന്ന് പോയി തിരിച്ച് നോക്കട്ടെ എങ്ങനെയാണ്. വേറൊരു ലൊക്കേഷൻ കൂടെ എൻ്റെ ഒരു മൈൻഡിലുണ്ട്, ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ അതും കൂടെ പോകാനൊരു പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. സോ ഗായ്സ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഇതൊന്ന് നോക്കിക്കാനുള്ള അടിപൊളി വ്യൂ ആട്ടോ. വഴി നല്ല മോശമാണ്, നല്ല കുത്തനെ ഇറക്കം, അതിൻ്റെ ഇടയ്ക്ക് ഗട്ടറും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കും എൻജിൻ ബ്രേക്കിങ്ങും എല്ലാം നല്ല പോലെ വേണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അടിപൊളി സെറ്റ് സ്ഥലം, സെറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സെറ്റ് വൈബ്. ഓഹോ, ഈ കാട് നിറച്ച് ഫോറസ്റ്റ് ആണല്ലോ. അടിപൊളി കേട്ടോ, നല്ല അടിപൊളി വ്യൂ. അത് തന്നെ സംഭവം എന്ന് പറയാം, ക്യാമറയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ക്യാമറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റുണ്ട്. നിങ്ങൾ ഐസ് നോക്കിയേ, റൈറ്റ് സൈഡിലെ വ്യൂ നോക്കിയേ, അടിപൊളി കേട്ടോ, അടിപൊളി. എടാ ക്യാമറ പൊക്കി പിടിക്കാൻ മേലായിരുന്നോ? ഓ, അവിടെ നിന്നൊരു ചേട്ടൻ വരുന്നു. അടിപൊളി കേട്ടോ, സെറ്റ്. നമ്മൾ 4 ബൈക്ക് കൂടിയുണ്ട്. സോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ, കാടിൻ്റെ ഉള്ളിൽ. ഇറ്റ്സ് റിയലി അമേസിങ്, റിയലി അമേസിങ്. എന്താ രസം. സോ ഇവിടെ മാക്സിമം ഒച്ച കുറച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം
വല്ല ആനയോ പുലിയോ വരുന്നുണ്ടെന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. അവിടെ താഴെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, അതിപ്പോൾ കയറിപ്പോകാനുള്ള അവസരം ഉണ്ടാവുമെന്ന് നോക്കട്ടെ. വഴി ദേ ഇങ്ങനെ ചെറുതാണ്, കുത്തനെ ഇറക്കാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നല്ല കുത്തനെ കയറ്റവും, പിന്നെ ഇടയ്ക്ക് റഫ് പാച്ചസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കിയാൽ മരത്തിൻ്റെ സൈസ് നോക്കി എത്ര വർഷം പഴക്കമുള്ളത്. എങ്ങനെ അടിച്ചാലും 150 വർഷം പഴക്കം കാണും. 150 ഒന്നുമല്ല, അതിന് മുകളിൽ കാണും. വാ, എന്തായാലും കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിയാ മുള നിൽക്കുന്ന നോക്കി, അടിപൊളി കേട്ടോ ഗായ്സ്. ഞാൻ എന്തായാലും 360 വീഡിയോ എടുത്തിട്ടുണ്ട്. ഫുള്ള് വീഡിയോ ഞാൻ എന്തായാലും 360 ഞാൻ ഇട്ടേക്കാം ഗായ്സ്. പക്ഷെ അടിപൊളി സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒന്ന് ചൂടൊട്ടും കുറവുണ്ട്, ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ചൂട് അറിയുന്നില്ല, നല്ല തണുത്ത കാറ്റുണ്ട്, അടിപൊളി വൈബാണ് എന്തായാലും. Once thought impossible. Welcome to the age of cybernetics. നല്ല അടിപൊളി വ്യൂ കേട്ടോ ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ് ലൊക്കേഷൻ കണ്ട. എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നായിരുന്നു തോന്നുന്നല്ലോ. വെള്ളം ഇങ്ങനെ ഒഴുകുന്നായിരുന്നു തോന്നുന്നു മൊത്തം. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അടിപൊളി സെറ്റ് വ്യൂ. ബൈക്സ് ഇവിടെ ഉണ്ട് എല്ലാം. സോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. കാടിൻ്റെ ഉള്ളിൽ ഇറ്റ്സ് റിയലി അമേസിങ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ലൊക്കേഷനിൽ നമ്മൾ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് താഴോട്ട് വരുന്നതോറും നല്ല അടിപൊളിയാണ്. ചീവീടിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാൻ സാധ്യതയുണ്ട് വീഡിയോയ്ക്കകത്ത്. കുയിലോ അതിൻ്റെയൊക്കെയോ ഒച്ചയുണ്ട്. അതുപോലെ തന്നെ എവിടുന്നോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഐ തിങ്ക് ആ ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മുഴുവൻ പാറയും നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ആട്ടോ സംഭവം. ഫുൾ വെറൈറ്റിയാണ്. മൂന്നാർ ഇങ്ങനെയും ഒരു സ്ഥലമുണ്ടെന്ന് ഇന്നാണ് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായത്. സംഭവം കൊള്ളാം. എന്തായാലും നല്ല സെറ്റ് സ്ഥലം എന്ന് വേണം തന്നെ പറയാം. നല്ല സെറ്റ് സ്ഥലമാണ്, നല്ല അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ ഈ വഴി നല്ല കുത്തനെ ഇറക്കം, പിന്നെ ഈ ഗട്ടറും ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പോക്കേ പറ്റുള്ളൂ. വാവും, അത്യാവശ്യം നല്ല വാട്ടർ ക്രോസിങ്. ലഡാക്ക് പോകുന്നതല്ല, വാട്ടർ ക്രോസിങ് പോലെ.
പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ 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 സെറ്റായിരുന്നു. ബ്യൂട്ടിഫുള്ളാണ്, ബ്യൂട്ടിഫുൾ. ഇത്രയും കാട്ടിലൊരു കുരങ്ങൻ പോലും ഇല്ലല്ലോ. ആ ഉണ്ട് കേട്ടോ, ഇല്ല. കുരങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ഉൾക്കാട്ടി കാണുമായിരിക്കും. നമ്മളിപ്പോൾ ഈ വണ്ടി പോകുന്ന വഴിക്കടെ കാണാൻ സാധ്യത കുറവാണ്. നോക്കിയാൽ നമ്മൾ പോകേണ്ട വഴി അതാ. അവിടെ എന്തോ ഉണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു പാറക്കെട്ടോ എന്തോ ഒരു സംഭവമുണ്ട്. ഇവിടെ ഈ ചെറിയ ചെറിയ വഴികളുണ്ട്, കാണുമ്പോൾ അങ്ങോട്ട് തിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് ചെന്ന് എത്തുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നോൺ സ്റ്റോപ്പ് പോകുന്നു. അവിടെ ഒരു പാലമുണ്ട് ഗൈസ്, വേണമെങ്കിൽ താഴോട്ട് ഇറക്കാൻ വണ്ടി. ഇറക്കാവോ? വേണ്ട, പണിയാകും. ഓ നൈസാണ്. അറിയില്ല, കയറി നോക്കാം. ഉണ്ടെന്നേ, ഉണ്ട്. അതുകൊണ്ട് മരം നോക്കിയാ കിടക്കുന്നേ ഉണ്ട്. ഫുള്ളിങ്ങനെ കടവഴുകി വീണ പോലെ ഉണ്ട്. മണ്ണിപ്പോഴും അതെ തന്നെ ഉണ്ട്. മോസ്റ്റ്ലി ഞാൻ 360 ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ. ബിക്കോസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനത്തെ ഒരു ആംഗിളിനേക്കാളും നല്ല നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നല്ല നല്ല ലുക്സ് ഉള്ള ഷോട്ട്സ് ഒക്കെ എടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് 360 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം വീഡിയോ. സോ ഹോപ്പ്ഫുള്ളി മൊത്തം എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ ഐ തിങ്ക് ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കുട്ടമ്പുഴയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും, വന്ന വഴി തന്നെ തിരിച്ചു പോരും. പോന്നിട്ട് നമുക്കൊരു ഓഫ് റോഡ് പാച്ച് ഉണ്ട്, അവിടെ ഒന്ന് കയറി നോക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് നമുക്ക്. ലെറ്റ്സ് സീ. എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലമായിട്ട് പോലും താമസിക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ട്രീ ഹൗസ് കണ്ടു. പക്ഷെ അത് ഇപ്പോൾ ഫങ്ഷനിങ് ഒന്നും അല്ല കേട്ടോ ട്രീ ഹൗസ്. ഫ്രണ്ടിൽ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്.
ഫ്രണ്ടിൽ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി വെള്ളം. സോ അങ്ങനെ കഴിച്ച് നമ്മൾ കുട്ടമ്പുഴ ടൗണിൽ പോയിട്ട് തിരിച്ച് അത് ഏത് വഴി കൂടെയാണോ പോയത് ആ വഴി കൂടെ നമ്മൾ തിരിച്ചു വന്നു. ഇനി ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. സ്ട്രെയിറ്റ് നമുക്ക് നേരെ മൂന്നാർ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴി നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്, നോക്കട്ടെ എങ്ങനെയാണെന്ന്. സോ മറ്റേ റൂട്ടിൽ നമ്മൾ ചോദിച്ചപ്പോൾ അതിൽ പോകാം. ആദ്യം മറ്റേ താഴത്തെ അവിടെ കടയിലെ പുള്ളി പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ വേറെ അവിടെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിഞ്ഞു. ഇതെന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ അഭിഷേകമോ? സോ വന്ന വഴി തന്നെ തിരിച്ച് നമ്മൾ മാമലക്കണ്ടം വഴി തന്നെ മൂന്നാർ പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കാര്യം. മൂന്നാറല്ല, നമ്മൾ വേറൊരു സ്ഥലം ഞാനിതുവരെ പോയിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നേരത്തെ. സോ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് നമുക്ക്. ഇവിടെ ഒരു ഓഫ് റോഡ് പരിപാടിയുണ്ട്, അപ്പോൾ അതിന് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ലോക്കൽസൊക്കെ പറഞ്ഞു പോകാൻ കുഴപ്പമില്ല, ബൈക്ക് സുഖമായിട്ട് കയറി പൊക്കോളും, വലിയ ടഫില്ല, അത്യാവശ്യം കയറി പൊക്കോളും എന്നൊക്കെ പറഞ്ഞു. ജീപ്പുകാർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ജീപ്പുകാർ പിന്നെ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് നമ്മളെന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാതെ പോവില്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. കയറാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് കയറും, ഉറപ്പായിട്ട്. അതിൽ യാതൊരു മാറ്റവും. കയറാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കയറും. ഓ, നല്ല കുത്തനെയുള്ള വഴിയാണേ, നല്ല കുത്തനെയുള്ള വഴി. പൊളി, അടിപൊളി, കുത്തനെ കയറ്റം. ഗോപു, കുത്തബ്മിനാറിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു മോനെ. അനങ്ങരുത്, മര്യാദക്ക് പിടിച്ചിരുന്നോളാം. ഇതൊക്കെ ഒരു ഓഫ് റോഡാണ് എൻ്റെ ഗോപു. എടാ നിർത്തരുത്, നിർത്തിയാ മൂഞ്ചി. നീ ഇറങ്ങിക്കേ, അവിടെ കയറ്റി വെക്കട്ടെ. എടി ഈ വണ്ടിയിലൊന്ന് പിടിച്ചു തന്നെടി. ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ക്ലച്ചാ പിടിക്കരുത്. എടാ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, നിർത്തിയാ പണിയാ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. വട വട വട. എടാ നിർത്തണ്ട, പൊക്കോട്ടെ പൊക്കോട്ടെ.
പോവാം. വാ, പേടിയാണ് ഗൈസ്. പാടാ പാടാ. അയ്യോ, അവനവനെ വണ്ടി ഇറക്കാൻ പേടി. അറിഞ്ഞ ഇറക്കി കൊടുത്തു. ഇനി കുത്തനെ മല കയറ്റണം. എൻ്റെ പൊന്നോ, അങ്ങോട്ട് ഒട്ടും പോകാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മൾ തിരിച്ചു പോവാണ്. എൻ്റെ വണ്ടി അവിടെ സേഫായിട്ട് അവിടെ വെച്ചു. അങ്ങോട്ട് ഫുള്ള് നല്ല സീനാണ്. അങ്ങനെ നോക്കി അടിപൊളി കേട്ടോ. എന്തായാലും താഴെ എത്തിയിട്ട് കാണാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവർക്ക് നേരത്തെ വീട്ടിൽ കയറണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ട്രിപ്പിന് വന്നേനെ. സോ നമ്മളിപ്പോൾ നിലവിൽ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു, നേരെ അടിമാലിക്കുള്ള വഴിയിൽ കയറി. ഇനിയിപ്പോൾ നിലവിൽ ഫ്രണ്ടിലൊരു ഹോട്ടൽ വരും, അവിടെ കയറുന്നു, ആദ്യം ഫുഡ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ പോകുന്നു. സോ ഇവിടെ ഞാൻ അധികം വ്ളോഗ് ചെയ്യുന്നില്ല. ഒരുപാട് വീഡിയോയിൽ നമ്മളിവിടെ ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ട വഴികൾ തന്നെയാണ്. അതുകൊണ്ട് സോ ഹോപ്പ്ഫുള്ളി കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വേണ്ട ലാസ്റ്റ് ടൈം വന്ന വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്. അതവിടെ നിർത്തിയത്, ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാണ് നൈസായിട്ട്. സോ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ പബ്ലിക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നല്ല രീതിയിൽ ട്രാഫിക്കുമാണ്. നമുക്ക് ട്രാഫിക്ക് കൂടുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. ബിക്കോസ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ട്രാഫിക് ആയി കഴിഞ്ഞാൽ എന്തായാലും ജാമായാൽ പിന്നെ 8ൻ്റെ വേറെ പണിയാവും. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ഹോട്ടലിൽ കയറാൻ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് ഓർത്താം. നമ്മളങ്ങനെ ഫൈനലി ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. സ്വർഗമേട് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലോട്ട്. അവിടെ
എത്ര മണിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പൊടിയുന്നുണ്ട്. ഒരുപാട് വലിയ മഴയൊന്നുമല്ല, ചെറിയ മഴ. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഫ്യൂൽ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇപ്പം ഞാൻ ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിച്ചു. ബിക്കോസ് ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സേഫ്റ്റിക്ക്, കാരണം വല്ല മഴയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഞാൻ അടിച്ചു. ആൻഡ് ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു മൈലേജ് 36 കിലോമീറ്റർ ആട്ടോ. സോ ഈ ഒരു ലോക്കലിൽ ഇത്ര ഓടിയിട്ടൊരു 36, ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ആം റിയലി ഹാപ്പി. 36 കിലോമീറ്റർ നോട്ട് ബാഡ് എന്നേ ഞാൻ പറയുള്ളൂ. അതും ഇത്രയും നമ്മൾ ഈ കയറ്റവും ഇറക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 36 മൈലേജ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. സോ ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ ഗ്യാപ്പ് റോഡൊന്നും പോകുന്നില്ല. ബിക്കോസ് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ സ്വർഗമേട് പോയിട്ട് നമ്മൾ ചിലപ്പോൾ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുരുവിള സിറ്റി പോയി അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാന്. എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പം അടിമാലി ടൗൺ എത്താറായി. സോ നമ്മൾ അടിമാലിയിൽ നിന്ന് റൈറ്റാണ് തിരിയുന്നത്. ഇവിടുന്ന് രാജാക്കാട് പോകാൻ വേണ്ടിയിട്ട് അടിമാലിയിൽ നിന്ന് റൈറ്റ് തിരിയും. അങ്ങനെ അടിമാലി മുതൽ ചെറുതായിട്ട് മഴയായി. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ആവുന്നില്ല. അറ്റ്ലീസ്റ്റ് അത്യാവശ്യം കയറി പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നോക്കുന്നത്. ബിക്കോസ് മഴ പെയ്യുന്നു നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈമിൽ എത്താനോ എടുക്കാനോ പറ്റത്തില്ല. സാധാരണ ഇപ്പോൾ അടിമാലിയിൽ മഴയുണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കാണാൻ സാധ്യത കുറവ്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. അടിമാലിയിൽ നല്ലപോലെ മഴയായിരുന്നു കുറച്ച് നേരമായിട്ട്. സോ എന്തായാലും നിലവിൽ നോക്കട്ടെ എങ്ങനെയാവുമെന്ന്. ബിക്കോസ് എനിക്ക് ഇന്നിപ്പോൾ സ്വർഗമേട് പോയേ പറ്റുള്ളൂ. ബിക്കോസ് ഇനിയിപ്പോൾ സ്വർഗമേട് പോകാനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് വൈ. അപ്പോൾ എന്തായാലും നിലവിൽ ഇന്നിപ്പോൾ സ്വർഗമേട് പോയിട്ട് വരാനുള്ളൊരു പ്ലാനിങ് ആണ്. സോ ഒരുപാട് മഴ തോന്നുവാണെന്നുണ്ടെങ്കിൽ റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിടാം. ഇപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നും തോന്നുന്നില്ല എനിക്ക് ഒരുപാട്. പക്ഷെ നല്ല തണുപ്പായി, ഒന്നുകൂടെ തണുപ്പായി ഇവിടെ. പക്ഷേ അടിപൊളിയാട്ടോ ഈ ഒരു ക്ലൈമറ്റും. ഇങ്ങനെ വണ്ടി ഓടിക്കാനൊരു പ്രത്യേക വൈബാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും വണ്ടി ഓടിക്കണം. മഴ കൂടുവന്നു തോന്നുന്നു. മഴയുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും കുറച്ച് ദൂരം പോയി നോക്കാം. കാരണം ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇതുവരെ ഒന്നും മഴ പെയ്തിട്ടില്ല. നോക്കാം. കാരണം റോഡ് നിങ്ങൾ കണ്ടില്ല, റോഡ് ഓൾമോസ്റ്റ് നല്ല പോലെ ക്ലീനാണ്. ചെറിയ ഡ്രോപ്സേ ഉള്ളൂ. സോ വലിയ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം എന്തായാലും. പണിയായി ഫുള്ള് മഴ. ഇവിടെ ഒരു ബൈക്കുണ്ട്, ഇവിടെ ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ ഫുള്ള് ഗിയറപ്പായി ഇതായി. അവിടെ ഒരാൾ ഗിയറപ്പായി. ഇനിയിപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മാക്സിമം വിടാൻ വേണ്ടി നോക്കുവാണ്. ബിക്കോസ് മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വിടാൻ വേണ്ടി നോക്കുക. എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അമ്മാതിരി ഇഷ്ടമല്ലോ. സൂപ്പർ മഴ, സൂപ്പർ മഴയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റെയിൻകോട്ട് ഇടാതെ പോക്ക് നടക്കില്ല. സോ റെയിൻകോട്ടെല്ലാം ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിടുവാണ്. നോക്കട്ടെ ഇന്ന് സ്വർഗമേട് കാണാൻ പറ്റുമില്ലെന്ന് ഐ ഡോണ്ട് നോ, ബട്ട് വി വിൽ ട്രൈ ഡെഫിനറ്റ്ലി. സോ നമ്മൾ ആക്ച്വലി സ്വർഗമേട് പോയില്ല. ഭയങ്കര മഴയാണ്. കണ്ടില്ലേ, ഇവിടെ വണ്ടി ഇവിടെ ഒരു ചായക്കടയിൽ നിർത്തിയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സ്വർഗമേട് ആക്ച്വലി നമ്മൾ പോകുന്നില്ല. ബിക്കോസ് ഈ ഒരു മഴയത്ത് സ്വർഗമേട് പോകുന്നത് ഹെവി ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വഴിയിലാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അടിമാലി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ടൊക്കെ കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ബിക്കോസ് അതുപോലെ ഹെവി റെയിനാണ്. അപ്പം അവിടെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത്. സോ നമ്മൾ കണ്ട രാവിലെ ഇവിടെ വരെ വന്നതാണ്. സോ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ ഫുള്ള് കോട ഇറങ്ങാനുള്ള അടിപൊളിയായിട്ടുണ്ട്. കോട കാരണം ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് ലൊക്കേഷനിലുള്ള അടിപൊളിയായിട്ട് ഫുള്ള് കോട ഇറങ്ങിയപ്പോൾ ക്യാമറ എന്തുമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഫുൾ കോട അടിപൊളിയായിട്ടുണ്ട്.
നല്ല അടിപൊളി. അതുകൊണ്ട് ഇവിടെ ഒരാൾ മടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു. മഴ കാരണം ഫുള്ള് നമ്മുടെ വണ്ടിയുടെ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല വെള്ളമായിട്ടോ. അങ്ങ് പോയപ്പോൾ ഒട്ടുമില്ലായിരുന്നു. ഇനി വന്നപ്പോൾ നല്ല വെള്ളമായി. ഫുൾ കോട ഇറങ്ങി. കാരണം മോള് വരെ കാണാനേ പറ്റുന്നില്ല കേട്ടോ. മഴയൊന്ന് ശാന്തമായി. ആൻഡ് കോട നല്ല പോലെ ഉണ്ട്, നല്ല പോലെ തണുപ്പുമുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത്യാവശ്യം സ്പീഡിൽ പോകാനും പറ്റുന്നുണ്ട്. വേണ്ടല്ലേ, ഇതുപോലെ ഓരോ ഇഡിയറ്റ്സ് ലേണർക്കാരുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഒന്നും നോക്കുന്നില്ല, ചുമ്മാ അങ്ങ് ചവിട്ടുക സ്പീഡിൽ പോയിട്ട്. കുറേ വണ്ടി വരുന്നുണ്ടോ, കാര്യങ്ങൾ വരുന്നുണ്ടോ, ഒന്നുമില്ല. സോ എത്തിയല്ലോ. സോ ഇതാണ് നേര്യമംഗലം പാലം. സോ നമ്മൾ ഇപ്പം എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട്. ഒന്ന് കുളിക്കാൻ ഇറങ്ങാൻ ഒരു പ്ലാനുണ്ട്. ബട്ട് ഐ തിങ്ക് വെള്ളം അത്ര പോരാ, മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് സോ. ഇറങ്ങിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അത്യാവശ്യം വഴിയുടെ പണിയൊക്കെ നടക്കും കേട്ടോ. സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും കുറച്ചുകൂടെ വഴിക്ക് വീതി കൂടാനും കാര്യങ്ങളൊക്കെ ചാൻസസ് ഉണ്ട്. ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, മൂന്നാർ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവുകയാണ് ചെയ്യുന്നത്. കാരണം എവിടെ നോക്കിയാലും ആ പച്ചപ്പിൻ്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ശരിക്കും ഒരു മഴ അങ്ങ് കഴിയുമ്പം ആ ഒരു സൗന്ദര്യം എടുത്ത് കാണിക്കും. മൂന്നാറിൽ ആ ഒരു ഏതൊരു നേച്ചർ ബ്യൂട്ടി പ്രദേശമാണെങ്കിലും ആ ഒരു സൗന്ദര്യം ഒരു മഴയ്ക്ക് ശേഷം എടുത്ത് കാണിക്കും. അതിവിടെയും നമുക്ക് കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ വന്നതിനേക്കാളും മനോഹരമാണ് ഇപ്പം. ഒന്നുകൂടെ മനോഹരമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ്. കാരണം ഞങ്ങൾ പല തവണയും വന്നിട്ടുണ്ട്, പല പ്രാവശ്യവും പല വണ്ടിയിലും വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചെറുപ്പം മുതലേ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. കാരണം എൻ്റെ അമ്മ വീട് കുരുള സിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അവധിക്കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അതിലൊരു സ്ഥലമായിരുന്നു ഇന്ന് നമ്മൾ പോയ സ്ഥലം. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇനിയും നമ്മൾ മൂന്നാറിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇടുക്കിയിൽ ഒരുപാട് കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ നമ്മൾ ഇനിയും അത് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൂര്യനെല്ലി ഒന്ന് പോകണമെന്നാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ട്രിപ്പ് എന്ന് പറയുന്നത് സൂര്യനെല്ലി ആയിരിക്കും. ഡെഫിനറ്റ്ലി ഐ ആം 100% ഷുവർ. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരു സോളോ സൂര്യനെല്ലി അടിച്ചിട്ട് വരാനും ചാൻസസ് കൂടുതലാണ്. കാരണം എല്ലാവരും തിരക്കായതിൻ്റെ ഭാഗമായിട്ടാട്ടോ. ട്രൂ ഇൻഫോ അവിടെ വഴി ചെല്ലുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ ഫൈനലി നമ്മൾ മൂവാറ്റുപുഴ എത്തി. അത്യാവശ്യം ഇവിടെ മഴ പെയ്തങ്ങ് പോയി, പക്ഷെ ചെറിയ തൂളലുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം നല്ല പോലെ ട്രാഫിക്കുമായിട്ടുണ്ട്. സോ അവിടെ ആ പാലം വൺ വേ ആക്കി, ഇങ്ങോട്ടും ഇതും വൺ വേ ആക്കി. എന്തായാലും നല്ല, സത്യം പറഞ്ഞാൽ ഇതാട്ടോ നല്ലത്. അങ്ങോട്ട് പോകുന്നതിന് ആ പാലവും ഇങ്ങോട്ട് വരുന്നതിന് ഈ പാലം ആക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ട്രാഫിക്ക് കുറഞ്ഞു കിട്ടും. ട്രാഫിക് പോലീസുകാർ ഇന്നിപ്പോൾ ചെയ്ത പോലെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരു സൈഡിലോട്ട് ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു വഴിയുണ്ട്. അതും ഇതുപോലെ തന്നെ വൺ വേ. ഈ അങ്ങോട്ട് പോകുന്നത് ആ മുകളിലോട്ടുള്ള വഴിയും ഇങ്ങോട്ട് വരുന്ന ഈ താഴേക്കോട്ടുള്ള വഴിയാണെങ്കിലും ഒരുപാട് ട്രാഫിക്ക് കുറഞ്ഞു കിട്ടും. അത് കംപ്ലീറ്റ്ലി ഒരു വൺ വേ ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വഴി നിറയെ മഴയായി ഗായ്സ്, ഒന്നും പറയണ്ട.
നല്ലപോലെ മഴയായി. ഓഹോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും മഴ പെയ്യുമെന്ന് ഇങ്ങോട്ട്. ബട്ട് മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ ജാക്കറ്റും അതിൻ്റെ മുകളിൽ ലൈനറൊന്നും ഇടാനുള്ള സമയമില്ല. നമ്മളങ്ങ് വിട്ടടിച്ച് പോവുകയാണ്. എന്തായാലും നനഞ്ഞു. കാരണം മറ്റേ റെയിനിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നേരത്തെ മഴയ്ക്ക് അത്യാവശ്യം നല്ലപോലെ നനഞ്ഞു. പാനിൻ്റെ എൻഡിങ്ങിലും ഒക്കെ ആയിട്ട് നനയും എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഊരിയതിന് ശേഷം എന്തായാലും നനവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിർത്തിയിട്ട് റെയിൻ കോട്ടും കാര്യങ്ങളും ഇടുന്നില്ല. നേരെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്താനുള്ള പരിപാടിയാണ്. അതായിരിക്കും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഊരി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടുത്തെ മഴ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള മഴയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് മഴ കാണാനുള്ള സാധ്യത ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പരിപാടി നോക്കട്ടെ. ഇവിടെ പഞ്ചായത്ത് തിരിച്ച് മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് മഴയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് മഴ പെയ്തിട്ട് പോലും ഇല്ല, ഒരു തുള്ളി പോലും പെയ്യുന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിമ്മ് പോലും അടിച്ചു തരത്തില്ല ആൾക്കാർ. ഇത്ര കൂരിട്ടല്ലേ എന്ന് വെച്ചാൽ ബ്രൈറ്റ് അടിച്ചുകൊണ്ട് പോയാൽ മാത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് മഴ അത് കണ്ടില്ല ഗൈസ്, ഒരു തുള്ളി പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സ്റ്റോപ്പ് എടുക്കാമായിരുന്നത്. കാരണം പഞ്ചായത്ത് തിരിച്ച് മഴ പെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമേട് പോകാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം എന്തായാലും സ്വർഗ്ഗമേട് പോകുന്നതായിരിക്കും. അതിനിപ്പം മഴ കഴിഞ്ഞിട്ട് സ്വർഗ്ഗമേട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും സൂര്യനെല്ലിക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് വർക്കിറ്റ് ഔട്ട് ആവുമെന്ന് നോക്കട്ടെ. വർക്കിറ്റ് ഔട്ട് ആവുന്നതനുസരിച്ച് നിങ്ങളോട് പറയാം എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ. അതിനിപ്പോൾ നിലവിൽ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു 30 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. സോ ഫാർ സോ ഗുഡ്. ഇന്ന് ടോട്ടൽ 238.4 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു മോർണിംഗ് മുതൽ 238.6 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു. റൈഡ് എക്സ്പീരിയൻസ് വാസ് ഓസം. KTM-ൽ റൈഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഐ ഫീൽ റിയലി കംഫർട്ടബിൾ. പിന്നെ നമ്മുടെ കൂടെ വന്ന പയ്യന്മാർ അവരുടെ ഫസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് സ്പീഡും കാര്യങ്ങളൊക്കെ കുറവായതിൻ്റെ ഇടയ്ക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഈ മഴ പെയ്തപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇതായി, അത്രേ ഉള്ളൂ. അതൊഴിച്ച് കഴിഞ്ഞാൽ ദ റൈഡ് വാസ് റിയലി എക്സലൻറ്റ്. മാമലക്കണ്ടം എനിക്ക് ആ ഫോറസ്റ്റ് സൈഡൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ മനോഹാരിത. ഒരു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് വളരെയധികം നല്ലതാണ്. ഇടയ്ക്ക് പോയി അവിടെ പോയി കാണുക മാത്രമല്ല, ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നതും നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ടൈം ഷോർട്ടാണ്, നാളെ കുറേ കാര്യങ്ങളുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാമായിരുന്നു. കാരണം ഇതുപോലത്തെ സ്ഥലങ്ങളിലുണ്ടല്ലോ ഫ്രഷ് ഓക്സിജൻ ഉണ്ട്, പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ. പിന്നെ ആക്ച്വലി എൻ്റെ ഈ സ്വർഗ്ഗമേട് കണ്ടിട്ട് വേറൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഞാൻ മാറ്റി വെച്ചു. ബിക്കോസ് മൂന്നാർ സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിസ്കി, ഉരുൾപൊട്ടലിനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്വർഗ്ഗമേട് പോകണ്ട. കാരണം അത് കുറച്ച് ഉരുൾപൊട്ടുന്ന പ്രദേശത്തേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരവ് നടക്കത്തില്ല. പിന്നെ രണ്ടാമത് സ്വർഗ്ഗമേടിലേക്ക് പോകുന്ന വഴി മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കിയാൽ പിന്നെ ഞാൻ ഓർത്ത് ഒരുപാട് റിസ്ക് എടുക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്നിപ്പം നിലവിൽ വേണ്ട എന്ന് വെച്ചത്. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് പൊളിക്കാം ഗൈസ്. ഫൈനലി അങ്ങനെ കൂത്താട്ടോളം കഴിഞ്ഞു, നേരെ കുറവളിങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറയാൻ പോയൊരു മിസ്സായി പോയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ ഡിം അടിച്ച് തരാത്തതിനുണ്ടല്ലോ ഒരു 10,000 രൂപ വെച്ച് പിഴ അങ്ങ് വെക്കണം. സീരിയസ് ആയിട്ട് പറയുക. കാരണം പല ആക്സിഡൻറ്റ്സും രാത്രി ഉണ്ടാകുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ്, അതും ഇപ്പോൾ ഹെഡ്ലൈറ്റിന് വെട്ടം കുറവെന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ആഫ്റ്റർ മാർക്കറ്റ് ബൾബായി കാര്യങ്ങളായി എന്തുമാത്രം സാധനങ്ങളാണ് പിടിപ്പിക്കുന്നറിയോ. അതുപോലെ ഫോർച്യൂണറിൻ്റെ ഫോഗ് ലാമ്പ് എടുത്ത് സിറ്റിക്ക് പിടിപ്പിക്കുക, അല്ലെങ്കിൽ സ്വിഫ്റ്റിന് പിടിപ്പിക്കുക. അതിങ്ങോട്ട് അടിച്ച് കയറുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് നേരെ എന്ന് ഇവൻ്റെയൊക്കെ ദേഹത്തോട്ട് ഇടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് ഇവൻ പിന്നെ പറയാം, അയ്യോ ഞാൻ എൻ്റെ സൈഡിലായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു റൂള് കൊണ്ടുവരണം. ഡിം അടിച്ച് തരാതെ വന്ന് വണ്ടി ഇടിച്ച് കയറി കഴിഞ്ഞാണ്ടല്ലോ ഈ
കാണാതെ വന്ന് ഇടിച്ച് കയറിയവൻ്റെ വണ്ടിയും നഷ്ടപരിഹാരം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണത്. എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. ഒരു 10,000 രൂപ ഫൈനും വെച്ച് എന്നാലൊക്കെ ഇവന്മാർ പഠിക്കുള്ളൂ. കാരണം മോസ്റ്റ്ലി നമുക്ക് രാത്രി ഈ ഹെൽമെറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിയർ വൈസർ മേടിക്കുന്നത്, പിൻലോക്കുള്ളത്. ഈ സാധനം ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ടല്ലോ. ഈ ക്ലിയർ വൈസർ ആണെങ്കിൽ പിൻലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ഗ്ലെയർ പോലെ അടിക്കും. ഒന്നാമത് വേറെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും വെട്ടമൊന്നും ഇല്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ ഓപ്പോസിറ്റ് വരുമ്പോൾ ഒരു മാനുഷിക പരിഗണന കാണിക്കുക, അതൊന്നുമില്ല. കൊറോലങ്ങാട് എത്തി ഗായ്സ്. സോ ഫാർ സോ ഗുഡ്. 265.4 കിലോമീറ്റർ ഓടി. സോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും 269 കിലോമീറ്റർ, അപ്രോക്സ് 269 കിലോമീറ്റർ നമ്മൾ ഇന്നത്തെ രാവിലെ മുതൽ ഓടിയ ഓട്ടോ കേട്ടോ. 269 കിലോമീറ്റർ. സോ ഇവിടുന്ന് നമ്മൾ കൊറോലങ്ങാട് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു, വീട്ടിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ട്രിപ്പ് 0 ആക്കിയതാണ്. നമ്മൾ നേരെ മൂവാറ്റുപുഴ വഴി, കുതിരകുളം മൂവാറ്റുപുഴ വഴി നേരെ മാമലക്കണ്ടം ചെന്ന് ഫോറസ്റ്റ് വഴിയെല്ലാം കയറി അവിടെ എല്ലാം കറങ്ങി നമ്മൾ അടിമാലി കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി സ്വർഗമേട് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിച്ചതെന്ന്. സോ എന്തായാലും സ്വർഗമേട് ഉടനെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ മഴ കഴിഞ്ഞിട്ട് ഒന്ന് പോകുന്നതായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ട്രിപ്പ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും, അത് ഷുവറാണ്. സോ ലെറ്റ് സി. ഇനിയിപ്പോൾ നിലവിൽ വീട്ടിലേക്ക് അധികമൊന്നുമില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുവാണ് ഗൈസ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ 360 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, 360യുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗൈസ്. സീ യു സൂൺ.